ഒരു 2 ആഴ്ച മുമ്പ് അല്ലെങ്കിൽ ഒരു 3 ആഴ്ച മുമ്പ് നിങ്ങൾ ഓരോരുത്തരും അല്ലെ, ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം വനിതകളാണ്. അതുകൊണ്ട് തൽക്കാലം നമ്മള് സന്തോഷമായിരുന്ന പുരുഷന്മാരെ അവിടെ മാറ്റി വെക്കുകയാണ്. വനിതകൾ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? ആണ് നമ്മുടെ ഗ്യാസ് പോയി. നമ്മുടെ ഗ്യാസ് പോയി അല്ലേ? നമ്മുടെ ഗ്യാസ് പോകുന്ന എപ്പോഴാണ്? അടുക്കളയിൽ ഗ്യാസ് ഇല്ലാതെ വരുമ്പോഴാണ് അല്ലേ? എപ്പോഴും ഗ്യാസ് പോകുന്നത്. ഇനി നമ്മുടെ വീട്ടിലെ ഗ്യാസ് പോയാൽ എന്ത് പറ്റും? ആ വീട്ടിലുള്ള മുഴുവൻ പേരുടെയും ഗ്യാസ് പോകും. ഇല്ലേ നമ്മളെ ഗ്യാസ് കളയും. അതാണ് നമ്മുടെ പ്രത്യേകത അല്ലെ? നമ്മൾ ഓടി നടന്നു ഒരു കുറ്റി ഗ്യാസ് കിട്ടുന്നതിന് വേണ്ടി. നമ്മൾ ലോകം മുഴുവൻ അല്ലെ, TTC-ക്കും BEd-നും കൂടെ പഠിച്ചവരെ വിളിച്ചു നമ്മൾ ഒരു കുറ്റി ഗ്യാസ്. ഇത്രയും സൗമ്യമായിട്ടൊക്കെ നമുക്ക് അധ്യാപകർക്ക് സംസാരിക്കാൻ അറിയാമെന്ന് നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഉള്ളതിനേക്കാൾ 4 ഇരട്ടി പണം കൊടുക്കുന്നു. അപ്പൊ ഗുണമാണോ ദോഷമാണോ? പ്രൈവറ്റ് വിമാനത്തിൽ പോകാനവർക്ക് കിട്ടിയല്ലോ, അനുഭവം കിട്ടി അല്ലേ? ഇവിടെ തൊഴിലില്ലെന്നും പറഞ്ഞ് തൊഴിൽ നേടി, പഠനമില്ലെന്നും പറഞ്ഞ് പഠനം നേടി പോയവരുടെ സർട്ടിഫിക്കറ്റുകളുമില്ല, ഉടുതുണി മാത്രം ഉപയോഗിച്ച് തിരിച്ചു പോരേണ്ടി വന്നു. ഒരു പെണ്ണ് മാത്രമാണ് ഒരു പട്ടിക്കുഞ്ഞുമായിട്ട് പോകുന്നത്. ബാക്കിയുള്ളവര് കുട്ടികളെ അവർ ഉപേക്ഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ. അപ്പൊ ഇതാണ് ലോകത്തിന്റെ അവസ്ഥ. നമ്മൾ പ്രതീക്ഷിക്കുന്ന അന്ന് നമ്മൾ സമരം ചെയ്യും.